56 വർഷങ്ങൾക്ക് ശേഷം ലഡാക്കിൽ നിന്നും കണ്ടെത്തിയ മലയാളി സൈനികന്റെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാൻ ശ്രമം. നടപടികൾ ആരംഭിച്ചുവെന്ന് സൈന്യം കുടുംബത്തെ അറിയിച്ചു. 1968 വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി തോമസ് ചെറിയാന്റെ ശരീരഭാഗം ലേ ലഡാക്കിലെ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ആദ്യം വിഷമമാണ് തോന്നിയത്, കിട്ടി എന്ന സന്തോഷം കൊണ്ടുള്ള ഇത്, പിന്നെ സങ്കടവുമുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടി, ഞങ്ങളുടെ കല്ലറയെ കൊണ്ടുവെക്കാമെന്ന് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ സഹോദരൻ്റെ കൂടെ കൊണ്ടുവെക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷവുമുണ്ട്. ഇന്നലെ അറിയിപ്പ് വന്നിരുന്നു. അവർ സൂചിപ്പിച്ച ഇങ്ങനെ ഒരു ഇങ്ങനെ ബോഡി കിട്ടിയിട്ടുണ്ട്, അത് അധികം താമസിക്കാതെ നിങ്ങളത് ഇവിടെ എത്തിക്കാമെന്നാണ് പറയും. ഫർദർ ഇൻഫർമേഷൻ തരാമെന്നാണ് പറഞ്ഞു. അവർക്കും കറക്റ്റായിട്ട് എവിടെയാണെന്നറിയത്തില്ല. ഞങ്ങൾക്ക് വന്നത് സെക്കൻഡറാബാദിൽ നിന്നാണ് ഇന്നലെ ഇൻഫർമേഷൻ വന്നത്. 93 പേരുടെ മൃതദേഹമാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 10 ദിവസം കൂടി തിരച്ചിൽ തുടരാനാണ് സൈന്യത്തിന്റെ തീരുമാനം. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ 68 വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിയുടെ മൃതദേഹത്തിന്റെ ശരീരഭാഗമാണല്ലോ കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു തിരച്ചിലേക്ക് എങ്ങനെയാണ് വർഷങ്ങൾക്കിപ്പുറം പോയത്? പര്യവേഷണങ്ങളുടെ ഭാഗമായി വർഷങ്ങളുടെ ഇടവേളയിൽ പലതരത്തിലുള്ള തിരച്ചിലുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ പലയിടത്തും കാണാതായവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടി, സൈന്യത്തിൻ്റെ മൃതദേഹത്തിന് വേണ്ടി പലയിടത്തും തിരച്ചിലുകളും പര്യവേഷണങ്ങളും നടക്കുന്നുണ്ട്. 2019 ഈ റോത്തങ് പാസിൽ, ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 2003 ഈ നഷ്ടപ്പെട്ടു പോയ 102 AN എന്നുള്ള സൈനിക വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന് തുടർച്ചയായി പിന്നീട് തിരച്ചിലുകളുണ്ടായിരുന്നു. 2019 5 സൈനികരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. പിന്നാലെ തുടർച്ചയായുള്ള തിരച്ചിലുകളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം 4 സൈനികരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. 22-ാം വയസ്സിൽ കാണാതായ ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാനാണ് ഈ കൂട്ടത്തിലുള്ള മലയാളി. തോമസ് ചെറിയാൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി തോമസ് ചെറിയാൻ്റേതാണ് എന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം തന്നെ കിട്ടുകയും പിന്നീട് ആറന്മുള പോലീസ് സ്റ്റേഷൻ വഴി കുടുംബത്തെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനി 5 മലയാളികൾ, 102 പേരാണ് ആകെ ഉണ്ടായിരുന്നത് ആ വിമാനത്തിൽ. 1968 സ്മൃതി പറഞ്ഞതുപോലെ 56 വർഷങ്ങൾക്ക് മുൻപാണ്. ആ സമയത്ത് ഈ വിമാനത്തിൽ 5 സൈനികർ കൂടി മലയാളികളായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തോമസ് ചെറിയാന് പുറമെ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, ഇവരടക്കമുള്ള മറ്റു സൈനികർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 10 ദിവസം കൂടി തുടരാനുള്ള തീരുമാനമാണ് സൈന്യം എടുത്തിരിക്കുന്നത്. അത് ആഭ്യന്തര മന്ത്രാലയത്തെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും അറിയിച്ച് അത് തുടരാനുള്ള നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തോമസ് ചെറിയാൻ്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഒരു പ്രത്യേക ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ ആയിരിക്കും കേരളത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് സൈന്യം അറിയിക്കുന്നത്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.